ഇതാണ് നമ്മുടെ AV റിസീവർ. ഇതിൻ്റെ HDMI പോർട്ടിലേക്കാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ഒരു കിഡിലൻ സാധനമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ആമസോണിൻ്റെ ഫയർ TV ഓണായിരിക്കുകയാണ്. നമ്മുടെ ആമസോൺ ഫയർ സ്റ്റിക്കിൻ്റെ ഹോം പേജ് വരുന്നത്. കാരണം ഒരു ആൻഡ്രോയിഡ് ബോക്സിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓപ്ഷൻസ് മാറ്റും പോലെയല്ല, വളരെ ഈ റിമോട്ട് എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് ആണ്. നമ്മുടെ കയ്യിലിരുന്നാൽ മതി, അത്രയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ കഴിയുന്ന പെർഫോമൻസ് ആണ്. സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു കിഡിലൻ സാധനമായിട്ടാണ് വന്നിരിക്കുന്നത്. കിഡ്കാഞ്ചി സാധനം എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു ആമസോണിൻ്റെ ഫയർ TV സ്റ്റിക്കായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതാണ് ഞാൻ പറഞ്ഞ ആമസോണിൻ്റെ ഫയർ TV സ്റ്റിക്ക്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ സാധാരണ LED LCD TVകളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും. അതൊന്നും സ്മാർട്ട് TV ആയിരിക്കില്ല. അത്തരം TVകളെ LED TVകളെ നമുക്ക് സ്മാർട്ട് TV ആക്കാൻ ഉപകരിക്കുന്ന സാധനമാണ് ഈ പറഞ്ഞ ആമസോൺ ഫയർ സ്റ്റിക്ക് മെയിനായിട്ട്. അങ്ങനെയാണ് ഇതെന്തിനാണ് മേടിക്കണം, അങ്ങനെയാണ് TV ബോക്സ് മേടിച്ചാൽ പോരെ എന്ന് എന്തെങ്കിലും ആക്കാണ്. TV ബോക്സ് മതി, TV ബോക്സ് മേടിച്ച് കഴിഞ്ഞാൽ ആൻഡ്രോയിഡുമായി മാറും. പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ OTT റിലീസ് സിനിമകൾ ഇഷ്ടം പോലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു 100 സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 60% സിനിമകൾ OTTയിൽ റിലീസ് ആവണത്. ഈ പറഞ്ഞ 30% സിനിമകൾ മാത്രമാണ് തിയേറ്ററിൽ റിലീസ് ആവുകയുള്ളൂ. സാധാരണ TV ബോക്സിൽ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ആമസോൺ പ്രൈമോ നെറ്റ്ഫ്ലിക്സോ ഒക്കെ എടുത്ത് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതിൻ്റെ ഒരു സ്പീഡ്, പെർഫോമൻസ് ഒന്നും, അതിൻ്റെ പെർഫെക്ഷൻ ഒന്നും ഒരു കാരണവശാലും നമുക്ക് കിട്ടില്ല. അത്തരത്തിൽ നമുക്കിപ്പോൾ സാധാരണ ഒരു LED TVയിലേക്ക് സ്മാർട്ട് ബോക്സ് ഇപ്പോൾ ഒത്തിരി സിനിമകൾ നമുക്ക് കാണേണ്ട ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതും ഒരു ഡോൾബി DTSലൊക്കെ ഒരിക്കലും ഒരു സാധാരണ ഒരു ആൻഡ്രോയിഡ് ബോക്സിൽ നമുക്ക് കാണാൻ പറ്റില്ല. അത്തരം പ്രശ്നത്തിൻ്റെ പരിഹാരങ്ങളെയാണ് ഈ പറഞ്ഞ ആമസോൺ ഫയർ സ്റ്റിക്കും പിന്നെ MI ബോക്സിനേക്കാൾ ഒരുപടി മുമ്പേ തന്നെയാണ് ഈ ആമസോണിൻ്റെ ഫയർ TV സ്റ്റിക്ക്. ഈ ആമസോണിൻ്റെ ഫയർ സ്റ്റിക്ക് എൻ്റെ തിയേറ്ററിൽ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 1.5 മാസമായിട്ട് ഞാൻ ഈ സാധനം ഉപയോഗിച്ച് വരുന്നു. ആമസോണിൽ നിന്നാണ് ഞാൻ ഈ സാധനം പർച്ചേസ് ചെയ്തത്. ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ പെർഫെക്ഷൻ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിൻ്റെ സ്പീഡ് പെർഫോമൻസ് എന്തോരമുണ്ട്, കുറച്ച് കഴിയുമ്പോൾ സ്ലോ ആവുണ്ടോ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് മതി ഇതിൻ്റെ റിവ്യൂ എന്ന് ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇത്രയും വൈകിയത്. പക്ഷേ 100% ഇത് അടിപൊളി പെർഫെക്റ്റാണ്. നല്ല രീതിയിലാണ് ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ. പിന്നെ നമുക്ക് ഒരു ഡോൾബി അറ്റ്മോസും അതുപോലെ ഡോൾബി DTS, DTS:X അങ്ങനെയുള്ള എല്ലാ ഫങ്ഷനും ഈ ആമസോൺ ഫയർ സ്റ്റിക്ക് നമുക്ക് തരുന്നുണ്ട്. നല്ല സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങൾ, ഇതിൻ്റെ നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് തരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. കാരണം ഓൾറെഡി ഞാനിത് ഉപയോഗിച്ചാണ്. അതിനുശേഷം ഞാൻ റീപാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. അതെങ്ങനെയാണ് ഇരിക്കണേന്ന് ഞാൻ കാണിക്കാൻ വേണ്ടിയാണ്. ചുമ്മാ അത് പാക്ക് ചെയ്ത് വെച്ചു എന്നുള്ളൂ. ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള ഫീച്ചേഴ്സ്, ഇതിന് എന്തൊക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഓക്കെ, ഒരു റിമോട്ട്, നല്ലൊരു അടിപൊളി റിമോട്ടാണ് ഇവർ നൽകിയിരിക്കുന്നത്. ആമസോൺ പ്രൈമെന്നും നെറ്റ്ഫ്ലിക്സ് എന്നൊക്കെ എഴുതിയ റിമോട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് HDMIയിലേക്ക് കണക്ട് ചെയ്യാനായിട്ട്, അതായത് LED TVയിലേക്കോ AVRലേക്കോ അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്യാനായിട്ട് HDMI സ്പ്ലിറ്ററാണ്. ഇതാണ് നമ്മുടെ ആമസോണിൻ്റെ ഫയർ TV സ്റ്റിക്ക്. പിന്നെ ആമസോണിൻ്റെ ഒരു 5 വോൾട്ട് അഡാപ്റ്റർ ഉണ്ട്. അതിനകത്തോട്ട് DC സപ്ലൈ കൊടുക്കാൻ വേണ്ടി ഒരു 5 വോൾട്ടിൻ്റെ അഡാപ്റ്ററും ഇത് തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ആമസോണിൻ്റെ ഒരു AAAയുടെ 2 ബാറ്ററി തന്നിട്ടുണ്ട്. പിന്നെ ഒരു യൂസർ മാനുവൽ ഉണ്ട്. ഇത്ര ഐറ്റമാണ് ഇവർ ഇതിനകത്ത് തന്നിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒന്ന് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ഫീച്ചേഴ്സ്, ബാക്കിയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് കണക്ട് ചെയ്യാം. ആമസോൺ ഫയർ സ്റ്റിക്കിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസ്സർ 1.7 GHz സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡ്യുവൽ കോറിൻ്റെ പ്രൊസസ്സറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ആമസോൺ ഫയർ സ്റ്റിക്കിൽ നമുക്ക് ലാൻ കേബിൾ കണക്ട് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം ഒരു ഡ്യുവൽ ബാൻഡ് വൈഫൈ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ചെറിയ സിഗ്നൽ ഉണ്ടെങ്കിൽ തന്നെ ആ സിഗ്നൽ ക്യാച്ച് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ഒരു മൂവി കാണിക്കാൻ കഴിയുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ മൂവി പ്ലേ ചെയ്യാൻ ഉള്ള സ്പീഡ് കഴിയുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡ്യുവൽ ബാൻഡ് വൈഫൈ ക്രമീകരിച്ചിരിക്കുന്നത്. ബ്ലൂടൂത്തിൻ്റെ 5.0 വേർഷനാണ് ഇതിനകത്ത് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല മികച്ച ഓഡിയോ ക്വാളിറ്റിയാണ് ഈ ആമസോൺ ഫയർ സ്റ്റിക്ക് ബ്ലൂടൂത്ത് വഴി നമ്മുടെ ഹെഡ്സെറ്റിൽ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ വരുന്നത് ഇതിൻ്റെ വോയിസ് സപ്പോർട്ടാണ്. ഇതിൻ്റെ വോയിസ് സപ്പോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റിമോട്ട് തന്നെയാണ്. ഇതിൻ്റെ റിമോട്ടിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് അലക്സ സപ്പോർട്ട് ചെയ്യും. അതായത് ബേസിക്കലി ഈ സാധനത്തിൽ ഇപ്പോൾ ഹലോ ആമസോൺ അല്ലെങ്കിൽ ഹലോ നെറ്റ്ഫ്ലിക്സ്, അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സ് ഓപ്പൺ ചെയ്യും. അങ്ങനത്തുള്ള ഫെസിലിറ്റി എല്ലാം തന്നെ ഈ പറഞ്ഞ അലക്സ ഈ സപ്പോർട്ട് ചെയ്യുന്ന ഈ റിമോട്ട് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ആമസോൺ ഫയർ സ്റ്റിക്കിൽ ഇതിൻ്റെ ഫെസിലിറ്റിയാണ് പറയുന്നത്. ഇതിൻ്റെ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് നേരെ HDMIയിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാം. അതുകൂടാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഒരു സ്പ്ലിറ്റർ അവർ തന്നിട്ടുണ്ട്. ഈ സ്പ്ലിറ്റർ ഉപയോഗിച്ച് കണ്ടോ, ഈ സ്പ്ലിറ്റർ നേരെ ഇതിനകത്തോട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക്
ഇപ്പോൾ ചില LED TVയിലൊക്കെ ഈ സാധനം ബാക്കിലേക്ക് ആയിരിക്കും കണക്ട് ചെയ്യണം. ബാക്കിൽ കണക്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കയറി നിൽക്കില്ല. അതിന് വേണ്ടിയാണ് ഒരു സ്പ്ലിറ്റർ അവർ തന്നിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും, അത് നേരെ കണക്ട് ചെയ്യുകയും ചെയ്യാം. അതിന് വേണ്ടിയാണ് ഈ സാധനം അവർ തന്നിരിക്കുന്നത്. പിന്നെ ഇതുകൂടാതെ ഇതിൻ്റെ സൈഡിൽ ഒരു 5 വോൾട്ടിൻ്റെ ഒരു സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത്. 5 വോൾട്ട് സപ്ലൈ, അതായത് നമ്മുടെ മൊബൈലിൻ്റെ അഡാപ്റ്റർ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഒരു അഡാപ്റ്റർ തന്നിട്ടുണ്ട്, അത് വെച്ച് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. 5 വോൾട്ട് സപ്ലൈ ആണുള്ളൂ. പിന്നെ ഇതിൻ്റെ ഓഡിയോ സപ്പോർട്ടാണ് വരുന്നത്. ഓഡിയോ സപ്പോർട്ട് വരുന്നത് ഓൾറെഡി ഡോൾബി ഡിജിറ്റൽ, ഡോൾബി അറ്റ്മോസ്, അതുപോലെ ഡോൾബി ഡിജിറ്റൽ പ്ലസ്, DTX-X, DTS-I, അങ്ങനെ എല്ലാ ഓഡിയോ ഔട്ട്പുട്ടും നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അടുത്തതിൻ്റെ വീഡിയോ റെസൊല്യൂഷനാണ് വരുന്നത്. വീഡിയോ റെസൊല്യൂഷൻ നമുക്ക് 4K അല്ല, ഒരു 180 ഫുൾ HD റെസൊല്യൂഷനാണ് നമുക്ക് തരുന്നത്. അത്യാവശ്യം നമ്മുടെ വീട്ടിലെ ഒരു തിയേറ്റർ സ്ക്രീൻ തന്നെ ഒരു 100-120 സ്ക്രീനിലേക്ക് ഒരു 180 ഫുൾ HD കൊടുത്താൽ തന്നെ നല്ല പെർഫോമൻസ് ആണ്. അതിക്കുള്ള ആവശ്യമില്ല. ഇപ്പോൾ 4K, ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൊക്കെ നമ്മൾ സിനിമ കാണാൻ നേരത്ത് ഒരു 4K ഫയലാണ് നമ്മൾ പ്ലേ ചെയ്യുന്നതെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പ്ലേ ചെയ്യുന്നതിന് യാതൊരു പ്രശ്നമില്ല. പക്ഷേ നമുക്ക് ഔട്ട്പുട്ട് ഇതിൻ്റെ തരുന്നത് നമുക്ക് ഒരു ഫുൾ HD പെർഫോമൻസ് ആയിരിക്കും. ധാരാളം ഒരു മൂവി കാണാനൊക്കെ നല്ല ക്വാളിറ്റി, അതായത് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് മൂവി കാണാൻ ധാരാളം അത് മതി. പിന്നെ വീഡിയോ കണ്ടൻറ്റ് HDR10 HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഫെസിലിറ്റി കാര്യങ്ങൾ വന്നത്. നമുക്കിത് നമ്മുടെ തിയേറ്ററിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ AVR തന്നെ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ, ബാക്കിയുള്ള ഇതിൻ്റെ ഫംഗ്ഷൻ കാര്യങ്ങൾ, വേറെ എന്തെല്ലാം ഉണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ AVR. നമ്മുടെ AVRൻ്റെ HDMI പോർട്ടിലേക്ക് ഈ പറഞ്ഞ നമുക്ക് നിങ്ങൾ LED TV LED TV കണക്ട് ചെയ്താലും മതി. ഞാനിവിടെ ഉപയോഗിക്കുന്ന പ്രൊജക്ടർ ആയതുകൊണ്ട് നമ്മുടെ AVR ആണ് ഇതിൻ്റെ കൺട്രോളിങ് കംപ്ലീറ്റ്. നമ്മൾ AVRൻ്റെ HDMI പോർട്ടിലേക്കാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ AVRൻ്റെ HDMI പോർട്ടിലേക്ക് നമുക്ക് ആമസോണിൻ്റെ ഫയർ സ്റ്റിക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന് ഒരു 5 വോൾട്ട് സപ്ലൈ ഉണ്ട്, അത് നമുക്ക് കൊടുക്കാം. നമ്മുടെ AVRലേക്ക് ആമസോണിൻ്റെ ഫയർ സ്റ്റിക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഓണാക്കി നോക്കാം. നമ്മുടെ ആമസോണിൻ്റെ ഫയർ TV ഓണായിരിക്കുകയാണ്. നമ്മുടെ ആമസോൺ ഫയർ സ്റ്റിക്കിൻ്റെ ഹോം പേജ് വരുന്നത് പ്രൈം വീഡിയോ, നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, അങ്ങനെ ആപ്പ് സ്റ്റോർ, ആമസോൺ മ്യൂസിക്, സൺനെസ്റ്റിൻ്റെ ആപ്ലിക്കേഷനൊക്കെ നമുക്ക് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്, എക്സ്ട്രാ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് ഒന്ന് പോകാം. ഇതാണ് നമ്മുടെ പ്രൊഫൈൽ സെറ്റിംഗ്. അക്കൗണ്ട് ആൻഡ് പ്രൊഫൈൽ സെറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്ന നെറ്റ്വർക്കാണ്. ഇതിപ്പോൾ ഞാനിവിടെ BSNL ഒപ്റ്റിക്കൽ ഫൈബറാണ് ഉപയോഗിക്കുന്നത്. അതിൽ നിന്നാണ് നമ്മൾ കണക്ട് ചെയ്തേക്കണേ. ഓൾറെഡി കണക്റ്റഡ് ആണ് വൈഫൈ. പിന്നെ വരുന്ന ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ ആണ്. അതിനകത്ത് സ്ക്രീൻ സേവർ വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് വീഡിയോ റെസൊല്യൂഷൻ നമുക്ക് ഓട്ടോമാറ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക് കൊടുത്താൽ മതി. 180p ഉണ്ട്, 60 ഉണ്ട്, 180p 50 ഉണ്ട്. അത് നമുക്ക് ഓട്ടോമാറ്റിക്കിൽ ഇട്ടാൽ മതി. പിന്നെ കളർ ഫോർമാറ്റ് ഓട്ടോമാറ്റിക്, അതൊന്നും കുഴപ്പമില്ല. പിന്നെ വരുന്നത് ഓഡിയോ ആണ് വരുന്നത്. ഓഡിയോ നമുക്ക് നിലവിൽ സറൗണ്ട് ആൻഡ് സൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ബെസ്റ്റ് അവൈലബിൾ, അത് കൊടുത്താൽ മതി. അഡ്വാൻസ് ഓഡിയോയിൽ എല്ലാം ഓഡിയോ ലെവൽ അതെല്ലാം ഓട്ടോമാറ്റിക്കാണ്, അത് അങ്ങനെ തന്നെ കൊടുത്താൽ മതി, കുഴപ്പമില്ല. പിന്നെ അടുത്ത് വരുന്നത് എനേബിൾ ഡിസ്പ്ലേ മിററിംഗ് ആണ്. അതായത് നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീൻ നമുക്ക് ഈ പറഞ്ഞ ആമസോൺ ഫയർ സ്റ്റിക്ക് വഴി നമ്മുടെ സ്ക്രീനിൽ എത്തിക്കാൻ കഴിയും. വളരെ ഈസിയാണ്. അതിന് പേര് ക്രോംകാസ്റ്റൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമുക്ക് ഈ ആമസോൺ ഫയർ സ്റ്റിക്കിൽ തന്നെ ഈ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അടുത്ത് വരുന്നത് ആപ്ലിക്കേഷനാണ്. സിൽക്ക് ബ്രൗസർ, ആപ്പ് സ്റ്റോർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. പിന്നെ റിമോട്ട് ആൻഡ് ബ്ലൂടൂത്ത് ഡ്രൈവ്, അതായത് നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ റിമോട്ട് പെയർ ചെയ്യാനും അതുപോലെ പുതിയ ഡിവൈസ് ഹെഡ്സെറ്റൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റൊക്കെ ഇതിനകത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ റിമോട്ട് ആൻഡ് ബ്ലൂടൂത്ത് ഡിവൈസ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഏതെങ്കിലും എൻ്റെ ബ്ലൂടൂത്ത് ഓൾറെഡി ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. B3 506 എന്ന് പറഞ്ഞ ബ്ലൂടൂത്ത് ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയാൻ നല്ല ഓഡിയോ പെർഫോമൻസ് ആണെന്ന് പറയാനുള്ള കാരണം. പിന്നെ അലക്സയാണ്. അലക്സയുടെ സെറ്റിങ്സാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ വോയിസ് കൺട്രോളിങ്ങിൻ്റെ ഒരു സംഭവമാണ് അലക്സ. അത് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ്രോയിഡ് TV ബോക്സിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. കാരണം ആൻഡ്രോയിഡ് TV ബോക്സിലൊക്കെ മാക്സിമം യൂട്യൂബൊക്കെയാണ് നല്ല രീതിയിൽ അത്യാവശ്യം റൺ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൽ ഈ പറഞ്ഞ ആമസോൺ ഫയർ സ്റ്റിക്കിൽ MI ബോക്സിലൊക്കെ ആണെങ്കിൽ ഒരുവിധം നന്നായിട്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈമും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ യൂട്യൂബ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. യൂട്യൂബൊക്കെ നല്ല മികച്ച പെർഫോമൻസ് ആണ്. വളരെ ഫാസ്റ്റ് മൂവിങ് ആണ്. ഇതിൻ്റെ കൺട്രോളിങ് തന്നെ അറിയാം നമുക്ക്, നല്ല ഫാസ്റ്റാണ് ഇതിൻ്റെ കൺട്രോളിങ്. അലക്സ നോ കോപ്പിറൈറ്റ് മ്യൂസിക്, അല്ലെങ്കിൽ നോ കോപ്പിറൈറ്റ് മ്യൂസിക് നമ്മൾ ഓൾറെഡി പറഞ്ഞപ്പോൾ തന്നെ, ഈ റിമോട്ടിൽ പറഞ്ഞപ്പോൾ തന്നെ ഓൾറെഡി മ്യൂസിക് സ്ക്രീനിൽ തന്നെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇത് ഓൾറെഡി ഭയങ്കരമായിട്ട് ടൈപ്പ് ചെയ്യുക, സെലക്ട് ചെയ്യുന്നത് വേണ്ട, ഭയങ്കര ക്യാച്ചിങ് പവറാണ് ഈ റിമോട്ടിൽ. നല്ല പെർഫോമൻസ് ആണ്. നമുക്ക് ഒരു NCC മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം.
ക്വാളിറ്റിയും കാര്യങ്ങളും ഈ പറഞ്ഞ ആമസോൺ ഫയർ സ്റ്റിക്ക് തരുന്നുണ്ട്. കാരണം AVR വഴിയാണ് നമ്മുടെ സൗണ്ട് ഉപയോഗിക്കുന്നത് എങ്കിലും ആമസോൺ ഫയർ സ്റ്റിക്കിൻ്റെ ഔട്ട്പുട്ട് മികച്ചതാണ്. നിങ്ങളുടെ LED LCD ടിവികളൊക്കെ ഒരു ആൻഡ്രോയിഡ് TV ആക്കി മാറ്റാനായിട്ട് ഒരു ആൻഡ്രോയിഡ് TV ബോക്സ് തന്നെ വാങ്ങിക്കാണ്ട് ഇതുപോലെ MI ബോക്സോ അല്ലെങ്കിൽ ആമസോൺ ഫയർ സ്റ്റിക്കോ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട്. കാരണം ഇനി വരുന്ന ടെക്നോളജി, പുതിയതായിട്ട് വരുന്ന ടെക്നോളജി എല്ലാം അതിനകത്ത് പാസ് ചെയ്യാനും പറ്റും. പിന്നെ അതുപോലെ നമുക്കൊരു AVR ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നാളെ ഒരു AVR നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ ആ AVR ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് പ്രയോജനമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പുതിയ ടെക്നോളജി സൗണ്ട്, ഡോൾബി അറ്റ്മോസ്, അതുപോലെ DTS:X അങ്ങനെ എല്ലാ സൗണ്ടും ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഈ ആമസോൺ ഫയർ സ്റ്റിക്കിനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ വീഡിയോയിൽ കൂടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. സാധാരണ LED LCD ടിവികളൊക്കെ ഒന്ന് ആൻഡ്രോയിഡ് TV ആക്കാൻ നോക്കുമ്പോൾ അത് എന്നാൽ കുറച്ചും കൂടെ പൈസ കൊടുത്ത് ഒരു ആമസോൺ ഫയർ സ്റ്റിക്ക് തന്നെ വാങ്ങിച്ചാലോ എന്ന് നിങ്ങൾ ആലോചിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നിട്ടുണ്ടാവും. എന്താണെങ്കിലും ഞാൻ പറഞ്ഞ ചോയ്സ് തന്നെയാണ് നല്ലത്. കാരണം വെച്ചാൽ ഒരു ആൻഡ്രോയിഡ് TV ബോക്സ് 2000 രൂപ ഭയങ്കരമൊക്കെ നല്ലത്. ഇത് ഏകദേശം തന്നെ ഒരു 3900 റേഞ്ചാണ് വരുന്നത്. ഈ 3900 റേഞ്ച് നമ്മുടെ ഷോപ്പിൽ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ നിലവിലില്ല. എന്താണെങ്കിലും ഈ പറഞ്ഞ ഇത് സാധനം എടുത്തു വെച്ച് കഴിഞ്ഞാൽ കാര്യമില്ല. കാരണം ഓരോ ദിവസം നല്ലോണം റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് ആമസോണാണ് ഈ സാധനം സപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആമസോണിൽ ഈ സാധനം പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയൊരു പുതിയ ടെക്നോളജിയിലേക്ക് നിങ്ങൾക്കത് യൂസ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ബെറ്ററാണ്. ഈ പറഞ്ഞ പോലെ ആൻഡ്രോയിഡ് TV നമുക്ക് സ്മാർട്ട് TV ഇറങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഡയറക്റ്റ് ഉപയോഗിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും പെർഫോമൻസ് ഈ ആമസോൺ ഫയർ സ്റ്റിക്കിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ സ്മാർട്ട് TV ഉപയോഗിക്കുന്നവർ ഇത് വാങ്ങിക്കണമെന്ന് ഞാൻ പറയില്ല. ഇനി അല്ലാത്ത LED LCD ടിവികളൊക്കെ നല്ല ടിവികളുണ്ട്, മാറ്റാൻ പറ്റില്ലാത്ത ടിവികളുണ്ട്, അവർക്കൊക്കെ തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. പിന്നെ ഒരു AVR ഒക്കെ ഉള്ളവന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവന് ഈ സാധനം ഉണ്ടെങ്കിലാണ് അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ, യൂസ് ചെയ്യാനും പറ്റുള്ളൂ. എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഈ വീഡിയോ ഇഷ്ടമായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.